കുംബ ലെറ്റ് സ്റ്റാർട്ട്. ആഫ്രിക്കൻ വനമേഖലയിലെ സീബ്രകളെല്ലാം തന്നെ ഒരിടത്ത് കൂട്ടമായിട്ട് താമസിച്ചു വരുവാണ്. ഇവര് താമസിക്കുന്ന സ്ഥലം മുള്ളുവേലി വെച്ച് ഇവര് മറച്ചിട്ടുണ്ട്. കാരണം ഈ മേഖലയിലെ പ്രധാന ജലാശയം വരുന്നത് ഈ ഭാഗത്താണ്. അതുകൊണ്ട് സീബ്രകൾക്ക് വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവാറില്ല. പിന്നെ മറ്റ് ജീവികളിൽ നിന്ന് സംരക്ഷണവും പ്രൈവസിയും കിട്ടും. മറ്റ് ജീവികൾ വെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നതൊന്നും ഇവർ നോക്കാറുകൂടിയില്ല. ഈ സീബ്ര കൂട്ടത്തിന് രണ്ട് നേതാക്കന്മാരുണ്ട്, മിക്കുലുവും സീക്കോയും. മിക്കുലുവിന് ഈ അടുത്താണ് ഒരു പെൺകുഞ്ഞ് ജനിച്ചത്. ഇപ്പോൾ സീക്കോയ്ക്ക് ഒരു ആൺകുഞ്ഞും ജനിച്ചു. സന്തോഷത്തോടെ അവൻ പോയി നോക്കുമ്പോൾ കാണുന്നത് ഈ കുഞ്ഞിന് പകുതി മാത്രമേ വരയുള്ളൂ, ബാക്കി പകുതി വരയില്ല. ഇവനെ കാണുന്ന മുതിർന്ന എല്ലാവരും പറഞ്ഞു, ഈ കുഞ്ഞ് നമ്മുടെ കൂട്ടത്തിന് ഒരു ശാപമായി തീരും. ഇവൻ കാരണം നമ്മുടെ ജലം വറ്റി വരളുമെന്ന്. പക്ഷേ അവന്റെ അച്ഛനും അമ്മയും അവനെ സമാധാനിപ്പിച്ചു. അവന് കുംഭ എന്ന് പേര് വെച്ചു. മുതിർന്നവര് പറഞ്ഞത് ശരിയാവുന്ന എന്ന പോലെ തന്നെ കുംഭ വളരുന്നതിനനുസരിച്ച് ഇവരുടെ ജലാശയം വറ്റി വരളാൻ തുടങ്ങി. അവൻ ആരും കൂടെ കൂട്ടാറില്ല. മിക്കുലുവിന്റെ മകളായ ടോംബി മാത്രമാണ് അവനൊരു കൂട്ടുള്ളത്. ഇവന്റെ അച്ഛനായതുകൊണ്ട് തന്നെ സീക്കോയെയും ഒളിഞ്ഞും തെളിഞ്ഞും പലരും കുറ്റം പറയാറുണ്ട്. ഇതൊക്കെ അറിയാവുന്ന നമ്മുടെ കുംഭ മിക്കവാറും ഇവരുടെ ആരുടെയും കൂടെ നിൽക്കാതെ ഒരിടത്ത് എവിടെയെങ്കിലും മാറി നിൽക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഒരിക്കല് നമ്മുടെ കുംഭ ഒരു പച്ചത്തുള്ളനെ കണ്ടുമുട്ടി. ആ പച്ചത്തുള്ളൻ ഇവന് വേണ്ടിയിട്ട് ഒരു മാപ്പ് വരച്ചു കൊടുക്കാണ്. ഇത് കാണുന്ന കുംഭ പച്ചത്തുള്ളനോട് ചോദിച്ചു, നിന്റെ ഈ മാപ്പ് കണ്ടാൽ തോന്നുവല്ലോ എനിക്ക് ഈ വര തിരികെ കിട്ടാൻ വേണ്ടി ഏതോ ഒരു മാജിക് കുളമൊക്കെ ഉണ്ടെന്ന്. ആ സമയത്താണ് ഇവരുടെ ഈ ഒരു മുൾവേലി ഉണ്ടല്ലോ, അതിനപ്പുറത്ത് നിന്ന് കുറച്ച് ജീവികള് ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ സമ്മതം തരാമോ, ഇതില് പ്രായം ചെന്ന ഒരാളുണ്ട്, ഞങ്ങൾക്ക് ഇച്ചിരി വെള്ളം കിട്ടണം എന്നൊക്കെ പറയുന്നത്. ഇവന്റെ അമ്മ വയ്യാതെ കിടക്കുവാണ്. അതോർത്ത നമ്മുടെ കുംഭ ആ പ്രായം ചെന്ന ജീവിക്ക് വെള്ളം കൊടുക്കാനായി അവരെ അകത്തോട്ട് കയറ്റിയപ്പോ ഈ ഒരു മതില് തുറന്നല്ലോ, ആ തക്കത്തിന് ഒറ്റക്കണ്ണനായിട്ടുള്ള പുള്ളിപ്പുലി ഇതിനകത്തേക്ക് കടക്കാനായി വരുന്നു. തലനാരിഴയ്ക്കാണ് ഇവർ ആ മുൾവേലി അടച്ചു വെക്കുന്നത്. കുംഭയാണ് ഇതിനൊക്കെ കാരണക്കാരൻ എന്ന് പറഞ്ഞ് അവന്റെ അച്ഛനടക്കം ബാക്കി സീബ്രകളൊക്കെ തന്നെ കുംഭയെ കുറ്റം പറയാൻ തുടങ്ങി. ആ പുള്ളിപ്പുലി ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ നമ്മളെ എല്ലാവരെയും പിച്ച് ചീന്തിയനെ എന്ന് പറയുന്നു. കുംഭ സങ്കടത്തോടെ അവന്റെ അമ്മയുടെ അടുത്ത് പോയി, അമ്മേ എനിക്ക് ഈ വര ഇല്ലാത്തതാണോ ഞാൻ എല്ലാ അബദ്ധങ്ങളും ചെയ്യാൻ കാരണം എന്ന് ചോദിക്കുന്നു. അമ്മ അന്നേരം അവനൊരു കഥ പറഞ്ഞു കൊടുത്തു. മോനെ, നമ്മൾ സീബ്രകൾക്ക് ആദ്യമൊന്നും ഇങ്ങനെ വരയുണ്ടായിരുന്നില്ല. നമ്മൾ വെളുത്ത കുതിരകളായിരുന്നു. അങ്ങനെയൊരിക്കെ ഒരു സീബ്ര ഒരു മാജിക് വാട്ടർ ഹോളിലേക്ക് ചാടി. അത് തിരികെ വരുന്ന സമയത്ത് അവന് വരകൾ ഉണ്ടായിരുന്നു. ഇത് കണ്ട ബാക്കി കുതിരകളും ഇങ്ങനെ വരകൾ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോ അങ്ങനെ ഒരു വാട്ടർ ഹോൾ ഉണ്ടോ, ചിലപ്പോ ആ മാപ്പ് ആയിരിക്കാം നേരത്തെ പച്ചത്തുള്ളം വരച്ചു കാണിച്ചത് എന്നും പറഞ്ഞ് കുംഭ അവിടെ പോയി നോക്കി. തിരികെ വരുമ്പോഴേക്ക് അവന്റെ അമ്മ അവനെ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അവനേറെ സങ്കടം തോന്നി. എങ്ങനെയെങ്കിലും അവന്റെ ഈ ശാപം മാറ്റിയെടുക്കാൻ ആ വാട്ടർ ഹോൾ കണ്ടുപിടിക്കാനായിട്ട് ആരോടും പറയാതെ അവൻ അവന്റെ കൂട്ടത്തിൽ നിന്ന് മുൾവേലിക്ക് ഇപ്പുറം കടക്കുന്നു. അവൻ ആദ്യമായി പുറം ലോകം കാണുവാണ്. ആദ്യമായി കണ്ടുമുട്ടിയ ജീവി ഒരു മരപ്പട്ടിയാണ്. അവന്റെ പേര് സ്കാങ് എന്നും. സ്കാങ് ആവട്ടെ കുംഭയെ സഹായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അവന്റെ കൂട്ടത്തിൽ നിന്ന് അല്പം വെള്ളം കിട്ടുമെന്നും കരുതിയിട്ട് ഇവൻ പറഞ്ഞ മാജിക് വാട്ടർ ഹോള് എനിക്കറിയാമെന്നും പറഞ്ഞ് നമ്മുടെ കുംഭയെ കൂട്ടിക്കൊണ്ടു പോവാണ്. അങ്ങനെ സ്കാങ് ഇവനെ കൂട്ടിക്കൊണ്ടുപോയ സ്ഥലത്ത് നിന്ന് കാട്ടുപോത്തായ മാമാവിയെയും ഒട്ടകപക്ഷിയായ ബ്രാഡ്ലിയെയും കുംഭ കണ്ടുമുട്ടുന്നു. സ്കാങ് ഇന്നേ വരെ ഈ ഇടം വിട്ട് പോയിട്ടില്ലെന്നും അവൻ നുണയാ പറയുന്നതെന്നും മാമാവിയും ബ്രാഡ്ലിയും കുംഭയോട് പറയുമ്പോഴാണ് സ്കാങ് തന്നെ പറ്റിക്കുവാണെന്ന കാര്യം കുംഭയ്ക്ക് മനസ്സിലാവുന്നത്. അപ്പോഴേക്ക് അവന്റെ കൂട്ടുകാര്, അതായത് സ്കാങ്ങിന്റെ കൂട്ടുകാരായ മറ്റു മരപ്പട്ടികളെ ഇവൻ ആക്രമിക്കാൻ വരുവാണ്. എല്ലാവരോടും ഒരു അമ്മ എന്ന പോലെ ഇടപെടുന്ന മാമാവി എന്റെ കൊച്ചിനെ തൊടുന്നോടാ എന്ന് പറഞ്ഞ് കുംഭയെ അവരിൽ നിന്ന് സംരക്ഷിച്ചു വെക്കുന്നു. ശേഷം കുംഭയോട് ഇവന്റെ ജീവിത കഥ ചോദിക്കുവാണ്. അവൻ ജനിക്കുമ്പോഴേ ഈ ഒരു വരകൾ ഉണ്ടായിരുന്നില്ലെന്നും അതുപോലെ ആ വരകൾ നേടാൻ മാജിക് വാട്ടർ ഹോൾ കണ്ടെത്താൻ പോകുവാണെന്നും കുംഭ പറയുന്നു. ഈ സമയത്താവട്ടെ കുംഭയെ കാണുന്നില്ല എന്ന് കണ്ട അവന്റെ അച്ഛൻ സീക്കോ വെളിയിലോട്ട് വരുന്നുണ്ട് ഇവനെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ അച്ഛൻ വന്ന് ഇവന്റെ കാൽപ്പാടുകൾ എവിടെയെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഫാങ്കോ എന്ന് പേരുള്ള ആ പുള്ളിപ്പുലി ആവട്ടെ ഈ മരപ്പട്ടികളുടെ അടുത്ത് വന്ന്, ഇവിടെ എന്താടാ നിങ്ങളുടേതല്ലാത്തൊരു പ്രത്യേക മണം എന്ന് ചോദിക്കുന്നു. ഇവന് ഒറ്റ കണ്ണില്ലെങ്കിൽ കൂടിയിട്ടും നല്ല രീതിയിൽ മണം പിടിക്കാൻ പറ്റും. അങ്ങനെ ഒരു സീബ്ര ഇവിടെ വന്നിട്ടുണ്ടെന്നും ആ സീബ്രയ്ക്ക് വരകളില്ലെന്നും പറയുമ്പോൾ ഈ ഫാങ്കോ എന്തിനോ വേണ്ടി പേടിക്കുന്നു. ഇതേ സമയം കുംഭയും കൂട്ടരും നടന്ന് ഇപ്പോ രാത്രിയല്ലേ, അതുകൊണ്ട് ഒരിടത്ത് തീ കായാനായിട്ട് ഇരിക്കുകയാണ്. ഇവരുടെ പ്രധാന സംസാര വിഷയം നമ്മുടെ ഫാങ്കോ തന്നെയാണ്. ആ ഒറ്റക്കണ്ണനാണ് എന്റെ മകനെയും എന്റെ ഭർത്താവിനെയും കൊന്നതെന്ന് മാമാവി പറയുന്നു. അവന് വേണ്ടി പകരം വീട്ടാൻ വേണ്ടിയാണ് ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നതെന്നും നമ്മുടെ മാമാവി പറയുന്നുണ്ട്. കുംഭയാണെങ്കിൽ അവനോട് പേടി എന്ന പോലെയാണ് സംസാരിക്കുന്നത്. ഫാങ്കോ ആവട്ടെ അവൻ വ്യത്യസ്തനാണ്, അതുകൊണ്ട് അവനെ പേടിക്കണം എന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നേരം നമ്മുടെ സീക്കോ വന്ന് നോക്കുമ്പോൾ
അവിടെ കുംബയുടെ കാൽപ്പാട് കണ്ടു. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അത് കാണുന്നുമില്ല. അതുപോലെ തന്നെ ഫാങ്കോയുടെ കാൽപ്പാടും കാണുന്നുണ്ട്. ഇന്നേരം കുംബയും കൂട്ടരും കൂടെ നടന്ന് അവരുടെ ആ വനമേഖല കടന്ന് മറ്റൊരിടത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോഴേക്ക് പ്രകൃതി സൗന്ദര്യം ഒരല്പം കൂടിയിട്ടുണ്ടായിരുന്നു. ആഹാ, ഇതൊക്കെ കണ്ട് മാജിക് വാട്ടർ ഹോള് ഇവിടെ അടുത്താണെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ കുംബ പറയുന്നു. ഇവിടെ സീക്കോ ആവട്ടെ അവരുടെ കൂട്ടത്തിലേക്ക് തിരികെ വന്ന് കുംബയുടെ കാൽപ്പാട് ഞാൻ കണ്ടു, പക്ഷേ അത് കഴിഞ്ഞ് അത് അപ്രത്യക്ഷമായി. പിന്നെ ഫാങ്കോയുടെ കാൽപ്പാട് കണ്ടു. അതിനർത്ഥം ഫാങ്കോ കുംബയെ എന്തോ ചെയ്തു എന്ന് മാത്രമാണ് എന്ന് പറയുന്നു. അവർക്ക് എല്ലാവർക്കും സങ്കടം തോന്നി തുടങ്ങി. ഇപ്പൊ നമ്മുടെ കുംബയും കൂട്ടരും പോയിട്ട് അവിടെ വലിയൊരു ജലാശയം കാണുന്നുണ്ട്. പക്ഷെ അവിടേക്ക് എത്തണമെങ്കിൽ ഒരു വലിയ ഫെൻസ്, ഒരു വേലി കടക്കണം. ആ വേലി കടക്കാൻ ഇവരെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല. ആ വേലി പൊളിക്കണം. അപ്പോഴാണ് കാട്ടുമൃഗങ്ങളുടെ കൂട്ടം വരുന്നത്. അവര് നമ്മുടെ കുംബയെ കണ്ടതും ഇവന്റെ കഥ ചോദിക്കുകയാണ്. എന്നിട്ട് ഇവനെ സഹായിക്കുകയും വേണം, അവർക്കും അപ്പുറത്തോട്ട് കടക്കുകയും വേണം. അതിനുവേണ്ടി ഇവരെല്ലാവരും ഒന്നിച്ച് ശ്രമിച്ച് ഇത് പൊളിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആവട്ടെ നമ്മുടെ കുംബയുടെ പണ്ടത്തെ കൂട്ടം ഉണ്ടല്ലോ, ഈ സീബ്ര കൂട്ടത്തിന്റെ ഇവിടെയുള്ള ജലാശയം വറ്റി വരണ്ടോണ്ടിരിക്കുകയാണ്. അവരെ പറഞ്ഞു ഇവിടെ നിന്ന് പുറത്തു കടക്കുമായിരിക്കും ബുദ്ധിയെന്ന്. പക്ഷെ ഇവിടെ നിന്ന് വെളിയിലോട്ട് കടന്ന ചത്തുപോകുമെന്ന രീതിയിലാണ് പൂർവികർ ഇവരെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. കുംബയും കൂട്ടരും ഒരു ജലാശയത്തിനടുത്തെത്തി. അങ്ങനെ കുംബ ഇതിൽ മുങ്ങി നിവരാണ്. പക്ഷേ അവന്റെ വരകളൊന്നും തെളിയുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ആ ഭാഗത്ത് ജീവിക്കുന്ന കുറച്ച് മീർകാറ്റുകളും കുറച്ച് വൈൽഡ് റാബിറ്റുകളും ഒക്കെ അങ്ങോട്ട് വരുന്നത്. അവര് പറഞ്ഞു, നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലേക്കാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഫുഡൊക്കെ കിട്ടും. ഇവിടെ ഇടയ്ക്ക് വണ്ടിയിൽ ആൾക്കാർ വരുമ്പോൾ നമ്മൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്താൽ മതിയെന്ന് മാത്രം പറയുന്നു. ആഹാ, അത് കൊള്ളാലോ. എന്തായാലും ഞങ്ങൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചതാണ്, അതുകൊണ്ട് ഇന്നൊരു ദിവസത്തേക്ക് വേണമെങ്കിൽ ഇവിടെ വിശ്രമിക്കാമെന്ന് അവർ പറയുന്നു. അധികം വൈകാതെ വണ്ടിയിൽ ആൾക്കാർ വന്ന് ഇവരെ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. പെട്ടെന്ന് നമ്മുടെ ഒട്ടക പക്ഷിയുടെ നേരെ ഇവര് മയക്കുവെടി വെക്കാണ്. അപ്പൊ ഇവർക്ക് മനസ്സിലായി ഇത് അത്ര നല്ല ഏർപ്പാടൊന്നുമല്ല എന്ന്. അങ്ങനെ നമ്മുടെ ഒട്ടക പക്ഷിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവർ ശ്രമിക്കുമ്പോൾ അവരടുത്തതായിട്ട് കുംബയുടെ നേരെ വെടിവെക്കാൻ തുടങ്ങി. കുംബയാവട്ടെ ഓടടാ ഓട്ടം. അപ്പോഴേക്ക് കുംബയെ ഇവരെങ്ങനെയൊക്കെയോ പിടിച്ച് അവരുടെ വണ്ടിയിലോട്ട് കയറ്റി കൊണ്ടുപോവാണ്. മാമാവി നമ്മുടെ ബ്രാഡ്ലി, അതായത് ഒട്ടക പക്ഷിയെ പുറത്തിരുത്തി ഒരുപാട് മിനിറ്റ് ദൂരം പിന്നാലെ പോയെങ്കിലും കുംബയെ അവർ വിട്ടില്ല. ആ സമയം അവിടെ ഉണ്ടായിരുന്ന റാബിറ്റ് അണ്ണൻ പെട്ടെന്ന് ഈ വണ്ടിയുടെ മുന്നിലേക്ക് ചാടി നമ്മുടെ കുംബയെ രക്ഷപ്പെടുത്തി. കുംബ പറഞ്ഞു, ആഹാ, നിങ്ങളിവിടെ ശരിക്കും പെട്ടിരിക്കുവാണ് കേട്ടോ എന്ന്. അങ്ങനെ നമ്മുടെ കുംബയും കൂട്ടരും അവിടെ നിന്ന് വെളിയിലോട്ട് കടക്കുന്നു. ഈ സമയത്ത് നമ്മുടെ സീബ്ര കൂട്ടം അവരുടെ ആ ഒരു ഫെൻസ്, അതായത് ആ ഒരു മുളങ്കൂട്ടം തകർത്ത് വെളിയിലോട്ട് വരുന്നുണ്ട്. ഈ ഫാങ്കോ ആവട്ടെ ഇപ്പോഴും ഇവരുടെ പിറകെയും വന്നുകൊണ്ടിരിക്കുകയാണ്. കുംബയും കൂട്ടരും ഇപ്പോൾ ഒരു മലയടിവാരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ നിന്ന് ഒരു പറ്റം കുഞ്ഞു ജീവികൾ ഇവരെ തടഞ്ഞു വെക്കാണ്. നിങ്ങൾ ആരാ ഞങ്ങളുടെ സ്ഥലത്തോട്ട് വരാനായിട്ട്? ഞങ്ങളെ എന്തെങ്കിലും ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഞങ്ങളുടെ കാവൽക്കാരനായ കറുത്ത പരുന്തിനെ കൊണ്ട് നിങ്ങളെ ഞാൻ തിന്നിപ്പിക്കും എന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കറുത്ത പരുന്തോ? ഏതവനാടാ അവൻ എന്ന് കുംബ ചോദിച്ചതും പെട്ടെന്ന് ഒരു പരുന്തിന്റെ ശബ്ദം കേട്ടു. അങ്ങനെ നമ്മുടെ കുംബ ഇതാരാണെന്ന് നോക്കാൻ വേണ്ടി ഈ പരുന്തണ്ണന്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ പോകുമ്പോൾ കുംബയ്ക്ക് മനസ്സിലായി ഇവര് കറുത്ത പരുന്തെന്ന് പറയുന്നത് വെളുത്ത നിറത്തിലുള്ള ഒരു പരുന്തിനെയാണെന്ന്. കുംബയെ പോലെ തന്നെ അവനും വ്യത്യസ്തനാണ്. അങ്ങനെ കുംബ അവനോട് നമ്മുടെ കുംബ എവിടേക്കാ പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ പരന്തണ്ണം പറഞ്ഞു, ഓ, അപ്പൊ നീ ആ മാജിക് വാട്ടർ ഹോളിലേക്കാണ് പോകുന്നത്. പക്ഷെ നിനക്കൊരു കാര്യം അറിയോ? അത് ഫാങ്കോയുടെ കൂടാണ്. ഫാങ്കോ താമസിക്കുന്ന ഗുഹയായിരുന്നു അത്. അവിടേക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ നീ എങ്ങനെ അവനെ അതിജീവിക്കും? അങ്ങനെ ഈ മാജിക് വാട്ടർ ഹോളിലേക്ക് പോവേണ്ട വഴിയടക്കം നമ്മുടെ പരുന്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ സമയം കുംഭ സ്വതന്ത്രനായ പോലെ തന്നെ നമ്മുടെ ഈ വന്യജീവികളും അവന് പിറകെയായി പോകുന്നുണ്ട്. അതേ ഭാഗത്തുകൂടി തന്നെയാണ് നമ്മുടെ സീബ്രകളും ക്രോസ് ചെയ്ത് പൊക്കോണ്ടിരിക്കുന്നത്. ഫാങ്കോ ആവട്ടെ ഇപ്പൊ ആ ഒരു വന്യജീവി സങ്കേതത്തിലേക്ക് എത്തി വീണ്ടും കുംഭയുടെ മണം പിടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കുംഭയ്ക്ക് ഫാങ്കോയുടെ ഗുഹയിലേക്ക്, താവളത്തിലേക്കാണ് ഇവർ പോകുന്നതെന്ന് അറിയാമെങ്കിലും മാമാവിയോടും ബ്രാഡ്ലിയോടും ഇക്കാര്യം പറയുന്നില്ല. പരന്ത് പറഞ്ഞു കൊടുത്ത വഴിയെ പോയിട്ട് അടുത്തതായി ഇവരൊരു വലിയ ഫാം ലാൻഡിലേക്ക് എത്തിച്ചേരാണ്. അവിടെ നിന്ന് ഒരു ആളൊഴിഞ്ഞ വീടുണ്ട്. ആ വീടിനകത്ത് നിന്ന് പെട്ടെന്നൊരു ചെമ്മരിയാട് പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്റെ സ്ഥലത്തോട്ട് എന്റെ അനുവാദം ഇല്ലാതെ ആരടാ ഈ കയറി വന്നേക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആ ചെമ്മരിയാടിന്റെ പേര് നോറ എന്നായിരുന്നു. നോറയെ കണ്ട് ഇവര് 4 പാടും ഓടാൻ തുടങ്ങി. അന്നേരം ഇവര് വെളിയിലെത്തിയപ്പോ നോറ ചോദിച്ചു, എവിടേക്ക് അങ്ങോട്ട് വെച്ച് വിടുന്ന? ആ ഫാങ്കോയുടെ അണ്ണാക്കിലോട്ട് കയറാനാണോ എന്ന്. അപ്പോഴാണ് നമ്മുടെ കുംഭ മാമാവിയോടും ബ്രാഡ്ലിയോടും ഈ ഒരു മാജിക്
റിവർ ഉള്ളത് ഫാങ്കോയുടെ താവളത്തിലാണെന്ന് പറയുന്നത്. മാമാവിയും ബ്രാഡ്ലിയും ഒന്ന് പേടിച്ചപ്പോ കുംഭ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം എന്ന്. അങ്ങനെ അവൻ മുന്നോട്ട് നടക്കാണ്. മുന്നില് ഉപ്പുപാടമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ എത്തിയ കുംഭ നന്നേ രീതിയിൽ അവശനായിട്ടുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്ക് അവൻ മയങ്ങി വീണു. ഇതേ സമയം മാമാവിയുടെയും ബ്രാഡ്ലിയുടെ അടുത്തേക്ക് ഫാങ്കോ വന്ന് അവൻ എവിടെ എന്ന് ചോദിക്കുകയാണ്. ഇവരാദ്യം ഒന്നും പറഞ്ഞില്ലെങ്കിലും ബ്രാഡ്ലിയുടെ വായിൽ നിന്ന് നിന്റെ താവളത്തിലോട്ടാ പോയേക്കുന്നെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. ഇപ്പൊ കുംഭ തളർന്നു വീണ് കിടക്കുമ്പോൾ അവിടെ ഒരു മലയാടുണ്ടായിരുന്നു. ഈ ആട് വന്ന് നമ്മുടെ കുംഭയെ വിളിച്ചുണർത്തി. എന്നിട്ട് മോനെ വാ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവാണ്. ഈ സമയത്ത് നമ്മുടെ സീബ്ര കൂട്ടമാവട്ടെ നേരത്തെ വന്യജീവി സങ്കേതത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആ മൃഗങ്ങളുമായിട്ട് ഇവർ കൂടിച്ചേരുകയാണ്. അപ്പോഴേക്ക് കുംഭയെ ആ വരയാട് ഫാങ്കോയുടെ താവളത്തിന്റെ മുന്നിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ അപ്പുറത്ത് കടന്നതും പെട്ടെന്ന് അവിടെ തീ ആളി പടരുന്നുണ്ട്. കാട്ടു തീ കേട്ടോ. നമ്മുടെ സീബ്ര കൂട്ടത്തിന്റെ കൂടെ കാട്ടുമൃഗങ്ങളും ബാക്കിയുള്ള നോറയും എല്ലാവരും ചേരുകയാണ്. അവരൊന്നിച്ചൊരു കൂട്ടമാവുന്നു. കുംഭ ഈ താവളത്തിനകത്തേക്ക് കടന്നതും പെട്ടെന്നാണ് നമ്മുടെ സീക്കോയും മാമാവിയും ബ്രാഡ്ലിയും ഈ ഗുഹയുടെ വെളിയിൽ വന്ന് നിൽക്കുന്നത്. കുംഭ ഇതൊന്നും അറിയാതെ ഇച്ചിരി പേടിയോടുകൂടി അകത്തോട്ട് നടക്കുന്നു. ബാക്കി എല്ലാവരും കാട്ടുതീ ഉള്ളത് കൊണ്ട് ഇതിന്റെ ഈ വശത്താണ് എത്തി നിൽക്കുന്നത്. അവർക്ക് കുംഭയെ രക്ഷപ്പെടുത്താൻ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഫാങ്കോ അന്നേരം ഈ ഗുഹയ്ക്കകത്തുണ്ട്. അവൻ കുംഭയോട് പറഞ്ഞു അവൻ എന്തുകൊണ്ടാണ് കുംഭയെ തീർത്തു കളയാൻ ഇത്ര വലിയ താല്പര്യമെന്ന്. പണ്ടൊരു പ്രവചനം ഉണ്ടായിരുന്നത്ര, ഇത്തരത്തില് വ്യത്യസ്തനായി ജനിക്കുന്ന ഒരു സീബ്രയുടെ കയ്യാലായിരിക്കും ഫാങ്കോയുടെ മരണമെന്ന്. അതുകൊണ്ട് കുംഭയെ തീർത്തു കളയാൻ വേണ്ടിയാണ് ഫാങ്കോ ഇത്രയ്ക്കധികം കഷ്ടപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ കുംഭയും ഫാങ്കോയും അവിടെ വെച്ച് ഏറ്റുമുട്ടാണ്. അവിടെയുള്ള മാജിക് വാട്ടർഹോൾ എന്ന് വിളിക്കപ്പെടുന്ന ആ വെള്ളത്തിലേക്ക് കുംഭ വീണെങ്കിലും അവൻ ഇപ്പോഴും ആ വരകളൊന്നും വന്നിട്ടില്ല. അവിടെ നിന്ന് ഈ ഗുഹ പിന്നീട് ഇങ്ങനെ തകർന്ന് വീഴാൻ തുടങ്ങി. അവിടെ ഒരു ഓട്ടയുണ്ടായിട്ട് ആ മാജിക് വാട്ടർഹോളിലെ വെള്ളം വെളിയിലോട്ട് വീഴാൻ തുടങ്ങി. ആ സമയത്തേക്ക് ഇവന്റെ കൂട്ടത്തിലുള്ള എല്ലാവരും താഴെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അവരങ്ങ് ദൂരെ നിന്ന് കുംഭയും ഫാങ്കോയും ഫൈറ്റ് ചെയ്യുന്നത് കാണുന്നുണ്ട്. അങ്ങനെ ആ ഗുഹയുടെ മുകളിൽ വെച്ച് പാറക്കെട്ടിന്റെ മുകളിൽ വെച്ച് ഇവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടായി. നമ്മുടെ ഫാങ്കോ മുകളിൽ വന്ന് നിന്ന ഒരു പാറയുടെ അടിയിൽ പെടുകയും അവിടെ നിന്ന് കുംഭ താഴേക്ക് നിലം പതിക്കുകയും ചെയ്തു. കുംഭ കുറേ നേരത്തിന് അനങ്ങാത്തത് കണ്ട് എല്ലാവരും സങ്കടപ്പെട്ട് കുംഭ പോയെന്ന് വിചാരിക്കുകയാണ്. അന്നേരം അവിടെ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ കുംഭ അന്നേരം മഴയുടെ ആ ഒരു വെള്ളത്തുള്ളി ദേഹത്ത് വീണപ്പോൾ എണീക്കാണ്. എല്ലാവരും അവനെ നോക്കി സന്തോഷത്തോടെ നീ തിരിച്ചു വന്നല്ലോ എന്ന് പറയുന്നു. അവൻ കാരണമാണല്ലോ ഇവർക്ക് ഇത്ര നല്ലൊരു സ്ഥലം കിട്ടിയത്. നേരത്തെ അവർ ജീവിച്ചതിനേക്കാൾ സ്വർഗതുല്യമായൊരു സ്ഥലത്താണ് നമ്മുടെ കുംഭ ഇപ്പൊ ആ കൂട്ടത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. പണ്ട് സീബ്രകൾ മാത്രമായി ജീവിച്ചിരുന്ന ഇവരുടെ കൂടെ ഇന്ന് പല ഐറ്റം ജീവികൾ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടിയാവുമ്പോൾ സന്തോഷം ഇരട്ടിക്കുമെന്ന് മനസ്സിലാക്കി തന്ന കുംഭയോട് ഇപ്പൊ എല്ലാവരും നന്ദിയുള്ളവരായിട്ടിരിക്കുകയാണ്. ഇത്തരത്തിലെ ഒരു സീനോട് കൂടിയാണ് 2013 പുറത്തിറങ്ങിയ കുംഭ എന്ന ഈ ഒരു അടിപൊളി സിനിമ അവസാനിക്കുന്നത്. ഈ സിനിമയുടെ പ്രധാനമായിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഇപ്പോൾ റെലവൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കാം. നമ്മളെല്ലാവരും വ്യത്യസ്തമാണെങ്കിൽ ഒരല്പം പിറകോട്ട് മാറി നിൽക്കുന്നവരായിരിക്കും അല്ലേ. എല്ലാവരുടെയും പോലെ ആയിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുക. അതായത് ഇപ്പം നമ്മളൊരു ഗ്രൂപ്പ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാത്സിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കാം. അങ്ങനെ മാത്സിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞു, എല്ലാവർക്കും കിട്ടിയിട്ടുള്ള ആൻസറും സെയിം ആണ്. അപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ അതിൻ്റെ ആൻസർ ഡിഫറെൻ്റ് ആയിട്ട് വന്നു. ഇത് വെറും ഒരു ഉദാഹരണം മാത്രമാണ്. എല്ലായ്പ്പോഴും ഇതിങ്ങനെ തന്നെ നടക്കണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു ഉദാഹരണം മാത്രമായിട്ട് എടുക്കുക. അപ്പോൾ എല്ലാവരുടെ ആൻസറും സെയിം ആണ്, നമ്മുടെ മാത്രം വ്യത്യസ്തമാകുമ്പോൾ നമ്മൾ ഓർക്കും അപ്പം നമ്മുടെയാണ് തെറ്റെന്ന്. മേ ബി നമ്മുടെ ശരിയായിരിക്കാനും സാധ്യതയുണ്ട്. എല്ലാവരും, അതായത് ഭൂരിഭാഗം പേരും ഒരുപോലെയാണെന്നും കരുതിയിട്ട് നമ്മൾക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടെന്നും വെച്ച് നമ്മൾ ഒരു തെറ്റുകാരനല്ല. വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നമ്മുടെ യുണീക്നെസ് ആണ്. പക്ഷെ ഈ ഇടയായിട്ട് ഈ കുറച്ചായിട്ട് എപ്പോഴും എല്ലാവരും യുണീക്ക് ആയിട്ടിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാൻ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കഥയ്ക്ക് ഇപ്പോൾ സോഷ്യലി റെലവൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും മാറ്റം സംഭവിക്കാത്തവർക്ക് അത് ഓക്കെയാണ്. പക്ഷേ നമ്മൾ വ്യത്യസ്തമാണെന്നും കരുതി അതൊരു തെറ്റല്ല. അത് അക്സെപ്റ്റ് ചെയ്യാനും നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടും പഠിക്കണം. അതാണ് ഈ കഥയുടെ മെയിൻ മെസ്സേജ്. സോ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഇത്തരത്തിലെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യാം കേട്ടോ. ഈ ഇടയായിട്ട് കുറേ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് അധികം ആർക്കും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പേര് നമ്മളോട് ഇങ്ങനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ബെല്ലൈക്കൺ എനബിൾ അല്ലേ എന്നൊന്നുകൂടെ റീചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് പോളിംഗ് ഒക്കെ ഇട്ടതാണ്. എന്നാൽ കൂടി നമ്മൾ പറയുകയാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. നമ്മളെ കുറേ പേര് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നൊക്കെ കേട്ടോ. ജസ്റ്റ് ഒന്ന് റീചെക്ക് ചെയ്തേക്കുക.
പിന്നെന്താ നമ്മുടെ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് നല്ലതാണോ തോന്നിയത് അതോ കൊള്ളത്തില്ല എന്നാണോ തോന്നിയത്, എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരുത്തണം എന്നൊക്കെ തോന്നുന്നുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു മടിയും കൂടാതെ കമൻറ്റ് സെക്ഷൻ വഴി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങൾ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും നമുക്ക് അത്രയ്ക്ക് വിലപ്പെട്ടതാണ്, ആരെയും നമ്മൾ വില കുറച്ച് കാണത്തില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻസ് ആയിട്ട് നമ്മളെ അറിയിക്കുക. പിന്നെ നമ്മുടെ വീഡിയോയ്ക്കിടയിൽ ബർത്ത്ഡേ വിഷുകൾ പറയണോ, അല്ലെങ്കിൽ നിങ്ങളുടെ പേരുകൾ പറയണം, ഹായ് പറയണം, അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷൻ വഴി പറഞ്ഞാൽ മതി കേട്ടോ. ബർത്ത്ഡേ വിഷസ് ആണെങ്കിൽ ബർത്ത്ഡേയുടെ 1 വീക്ക് മുൻപെങ്കിലും നിങ്ങൾ ബർത്ത്ഡേ എന്നാണെന്ന്, ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആളുടെ പേരെന്താണെന്ന് നമ്മളോട് പറയണം. എങ്കിൽ മാത്രമാണ് നെക്സ്റ്റ് വീക്കിലേക്കുള്ള വീഡിയോയിലേക്ക് നമ്മളത് ഷെഡ്യൂൾ ചെയ്ത് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾ തലേ ദിവസമൊക്കെ പറയുമ്പോൾ ഓൾറെഡി നമ്മുടെ വീഡിയോസ് ചിലപ്പോൾ സെറ്റ് ആയിരിക്കും, അപ്പോൾ നമുക്ക് ആ വീഡിയോയിൽ വിഷയം ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് 1 വീക്ക് മുൻപെങ്കിലും നിങ്ങളിത് പറഞ്ഞിരിക്കണം. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. നമുക്ക് മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ ബൈ.